ഹായ് ഡിയേഴ്സ്. നക്ഷത്രങ്ങളിൽ തന്നെ 27ാമത്തെ നക്ഷത്രവും മീനരാശിയെ പ്രതിനിധീകരിക്കുന്നതുമായ രേവതി നക്ഷത്രത്തിന് പ്രപഞ്ചശക്തി നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈശ്വരഭക്തിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഇവർക്ക് ഈശ്വര പിന്തുണയും ധാരാളമായുണ്ട്. നല്ല സൽസ്വഭാവികളായ ഇവർ മറ്റു ജീവജാലങ്ങളോടെല്ലാം വളരെയധികം കരുണയും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കും. സന്ദർഭോചിതമായി പെരുമാറാനും സംസാരിക്കാനും ഇവർക്ക് പ്രത്യേകമായൊരു കഴിവ് തന്നെയുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോകും. ആരെയും ആവശ്യത്തിലധികം വകവെച്ചു കൊടുക്കുന്ന കൂട്ടരല്ല ഇക്കൂട്ടർ. ഇവരുടെ സ്വാതന്ത്ര്യത്തെ എതിർക്കുന്ന രീതിയിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായാൽ അതിനെ നല്ല രീതിയിൽ തന്നെ എതിർത്ത് നിൽക്കും. ഇവർക്ക് ബന്ധുക്കളെ കൊണ്ടോ പിതൃവഴിയിലുള്ള ബന്ധം കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ വലിയ പ്രയോജനം കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ജീവിതം ഇവരുടെ കഷ്ടപ്പാട് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇവരുടെ പ്രയത്നം കൊണ്ട് തന്നെ പച്ച പിടിപ്പിക്കുന്നതാണ്. പ്രപഞ്ചശക്തി ഇവരെ പല രീതിയിൽ പരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഇവർക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അസാമാന്യ കഴിവും സാമർഥ്യവും ഉള്ളതുകൊണ്ട് തന്നെ പല മേഖലയിലും ഇവർ വിജയം കണ്ടെത്തും. ഇവർക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം ഇവരെ ഏൽപ്പിച്ചാൽ വളരെ ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രയത്നിക്കും. എന്നാൽ താല്പര്യമില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിൽ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ ഒരുപാട് താമസവും വിരസതയും കാണിക്കാറുമുണ്ട്. സ്വന്തം ആരോഗ്യകാര്യത്തിൽ അധികം താല്പര്യം കാണിക്കാത്ത കൂട്ടത്തിലുള്ളവരാണ് രേവതി നക്ഷത്രക്കാർ. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ പല കാര്യത്തിൽ മാറി മാറി നിൽക്കുന്ന ഇക്കൂട്ടർ ജീവിതത്തിലുടനീളം പ്രതീക്ഷ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. ജീവിതത്തിൽ പല ദുരിതങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴും നല്ലൊരു കാലം വരുമെന്ന പ്രതീക്ഷയോടെ ഇവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ചുറ്റിലും ഒരുപാട് ശത്രുക്കളും അസൂയാലുക്കളും ഉണ്ടാവും. പെട്ടെന്നൊന്നും ഇവർ അവർക്ക് പിടികൊടുക്കില്ല. പെട്ടെന്ന് ഇവരെ അംഗീകരിച്ചു കൊടുക്കാൻ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് സാധിക്കുകയുമില്ല. ഇവരുടെ ന്യായവും കൃത്യതയും കണിശവുമൊക്കെ മറ്റുള്ളവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായി വന്നു ചേരും. ഇവർ പറഞ്ഞ വാക്കിൽ ഇവർ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി തർക്കിച്ച് ആ കാര്യം നേടിയെടുക്കാനും മിടുക്കരാണ്. സ്വന്തം അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ല ഇക്കൂട്ടർ. ഇവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായും ഭംഗിയായും വേണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണിവർ. ഉപയോഗിക്കുന്ന സാധനങ്ങളായിക്കോട്ടെ, വസ്ത്രങ്ങൾ, വീട്, ചുറ്റുപാടുകൾ എന്നിവ അടുക്കും ചിട്ടയോടെ വയ്ക്കാൻ ഇവർ ശ്രമിക്കും. അതിനായി ഇവർ തന്നെ തുനിയുകയും ചെയ്യും. മറ്റുള്ള വ്യക്തികൾ ഇവരുടെ വസ്തുക്കൾ എടുക്കുന്നതോ നശിപ്പിക്കുന്നതോ വൃത്തികേടാക്കുന്നതോ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തവരാണ് ഇക്കൂട്ടർ. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തീരുമാനമെടുക്കുന്നവരല്ല ഇവർ. സ്വന്തമായി തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഉള്ള ഇവർ നിലപാടുകളെല്ലാം തന്നെ സമയത്തിനും സന്ദർഭത്തിനുമനുസരിച്ച് തുറന്നു പറയും. ഇവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് പേർ കൂടെ കാണും. കുറച്ച് അഹങ്കാരമുള്ള വ്യക്തികളായാണ് മറ്റുള്ളവർ ഇവരെ കാണുന്നത്. പക്ഷേ വളരെ ശുദ്ധഹൃദയമുള്ള വ്യക്തിയാണെന്ന് അടുത്ത് നിൽക്കുന്നവർക്ക് അറിയാനും സാധിക്കും. പല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു പോയതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ പേരിൽ ആരെയും അത്രയ്ക്ക് വിശ്വസിക്കുന്നവരല്ല ഇവർ. ഒന്ന് വിശ്വസിച്ചു പോയാൽ അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. വളരെയധികം ആഴത്തിൽ തന്നെ ഇവർ സ്നേഹിക്കും. പ്രപഞ്ചശക്തി ഇവർക്ക് അനുകൂലമായ പല കാര്യങ്ങളും സമയാസമയത്ത് ചെയ്തു കൊടുക്കുന്നുമുണ്ട്. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നേരത്ത് ആശ്വാസമായി പല മാർഗങ്ങളും വന്നു ചേരുകയും അതിലൂടെ അവർ ജീവിതത്തിൽ മുന്നോട്ട് വരികയും ചെയ്യും. ശുദ്ധഹൃദയമുള്ള ഒരു വ്യക്തിയാണെന്ന് അടുത്ത് നിൽക്കുന്നവർക്ക് അറിയാൻ സാധിക്കും. ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന വ്യക്തിയാണിവർ. പല കാര്യങ്ങളിലും മനസാ വാച ഈ ഒരു വ്യക്തി അറിയാത്ത കാര്യങ്ങൾക്ക് ഉത്തരവാദിയായി തീരുന്ന കഷ്ടകാലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ ഇവരെ പുച്ഛിച്ചും വേദനിപ്പിച്ചും ജീവിതത്തിൽ കൂടെ കൂടും. പക്ഷേ അവർക്കൊക്കെ മധുരമായിട്ട് തന്നെ മറുപടി നൽകാനായിട്ട് ഇവരുടെ ജീവിതം കൊണ്ട് സാധിക്കുന്ന വ്യക്തികളാണ് ഇവർ. ഏൽപ്പിക്കുന്ന ഒരു കാര്യം എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാമോ അത് കഴിവിൻ്റെ പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കും. ജീവിതത്തിൽ പ്രധാനമായിട്ടും ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളിലും വളരെ സംശയത്തോടു കൂടി പെരുമാറും അല്ലെങ്കിൽ നോക്കിക്കാണുന്ന വ്യക്തികളാണ്. കാരണം അവർ അവരുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പലതും അനുഭവിച്ചിട്ടുണ്ട്.
ഒരു വ്യക്തിയെ വിശ്വസിക്കാനായിട്ട് പെട്ടെന്നൊന്നും തയ്യാറാവാതെ നിൽക്കും. അവരുമായിട്ട് പെട്ടെന്ന് അടുക്കാനും പോവില്ല. ജീവിതത്തിൽ വന്നു ചേരുന്ന വിഷമങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളുമൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി ദൈവകാരുണ്യം കൊണ്ട് നേടിയെടുത്തവരാണ് ഇക്കൂട്ടർ. ജീവിതത്തിൽ വന്നുപോയ തെറ്റ് ആവർത്തിക്കാതിരിക്കാനായി ഒരുപാട് ശ്രദ്ധ ജീവിതത്തിൽ ഉണ്ടാകുന്നവരാണ്. അതിനെ ഭയക്കുന്ന വ്യക്തികൾ തന്നെയാണിവർ. മനഃപൂർവ്വമായിട്ട് ആരെയും പിണക്കാതെ ജീവിതത്തിൽ ഒത്തുപോകാനായിട്ട് നോക്കുന്ന വ്യക്തികൾ. അതിലുപരി ഇവരോട് തർക്കിക്കാനായി ഒരു വ്യക്തി ചെന്നു കഴിഞ്ഞാൽ അതിനെ ഗൗരവമായിട്ട് കാണുന്ന വ്യക്തികളുമാണ്. സംസാരിച്ച് കാര്യകാരണ സഹിതം അവർക്കതിനുള്ള മറുപടി നൽകാൻ ശ്രമിക്കും. അപ്രതീക്ഷിതമായി ഇവരിലേക്ക് പല സഹായങ്ങളും വന്നു ചേരുന്ന ഘട്ടങ്ങളും ഉണ്ട്. അതുപോലെ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മധൈര്യവും ഇവർക്കുണ്ട്. ജനമധ്യത്തിൽ വളരെയധികം ശോഭിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. ചില സമയങ്ങളിലൊക്കെ ഇവരൊരു മുൻകോപിയായി കാണപ്പെടുന്നുണ്ട്. ആരെങ്കിലും എന്തേലും ഒരു കാര്യം പറഞ്ഞാൽ ഇവരുടെ സ്വന്തം അഭിപ്രായം മുറുകെ പിടിച്ച് അതിനു വേണ്ടി തർക്കിക്കും. അതുമൂലം കുറച്ച് ദുഷ്ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടിയും വരും. കുറച്ച് അസൂയക്കാരും ശത്രുക്കളുമൊക്കെ ചുറ്റിലുമുണ്ടാവും. സ്ഥലകാല പരിഗണനയില്ലാതെ ഇവരുടെ ആ ആദർശത്തിൻ്റെ പേരിൽ പെട്ടെന്ന് കോപിക്കും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും വളരെ ശുദ്ധ ഹൃദയമുള്ള വ്യക്തികളാണ്. മനസ്സിലൊന്ന് വച്ചിട്ട് പുറമേ മറ്റൊന്ന് കാണിക്കുന്ന ആ ഒരു സ്വഭാവം ഇവർക്കില്ല. കോപത്തിൻ്റെ ആധിക്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനവർ പാശ്ചാത്തപിക്കുകയും ചെയ്യും. ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്താണ് അവർ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. പെട്ടെന്ന് തന്നെ അതിനോടവർ ക്ഷമ ചോദിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. ജീവിതത്തിൽ മാന്യമായ ഒരു ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാനായി ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ഇവർ. ഒരുപാട് കഷ്ടപ്പെട്ട് നേടുന്ന വിജയം തന്നെയായിരിക്കും അവരുടേത്. അവർക്കത് നിലനിൽക്കുകയും ചെയ്യും. കലാപരമായ മേഖലയിൽ ഇവർ നന്നായി ശോഭിക്കും. ജോലികൾ സ്വന്തമായി ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി ഇവർക്കുണ്ട്. ആർക്കും ഏതൊരു കാര്യവും വിശ്വസിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരിക്കും ഈ നാളിലുള്ള വ്യക്തികൾക്ക്. ഇവരുടെ മനഃശക്തി കുറയുന്ന ചില ഘട്ടങ്ങളുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ മറ്റുള്ളവരോട് ചില കാര്യങ്ങൾ പറയും. അതവർക്ക് പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നതെങ്കിലും മറ്റുള്ളവരോട് അത് തുറന്നു പറയും. അല്ലാതെ അവരോട് ആ കാര്യങ്ങളൊന്നും രഹസ്യമായി സൂക്ഷിക്കുന്നൊരു സ്വഭാവം ഇക്കൂട്ടത്തിലുള്ളവർക്ക് ഇല്ല. രേവതി നക്ഷത്രത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർ കൂടി എന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളിലൊരാളായ ഞാൻ.